ഹായ് കൂട്ടുകാരെ, എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷം എന്ന ചാനലിലേക്ക് ഞാൻ ഒന്നുകൂടി വന്നു കേട്ടോ. ഒരു ചെറിയൊരു ചെടി നട്ട് ഒന്ന് മാറ്റി ഒന്ന് റീപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. ബൊഗൈൻവില്ലയാണ്. ഇതിപ്പോൾ നട്ടിട്ട് 2-3 കൊല്ലമായതാണ്. അപ്പോൾ ഒന്നെല്ലാം ഒന്ന് ഒടിച്ച് ഇപ്പം മഴയൊക്കെ കുറച്ച് കുറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ വെയിലായതുകൊണ്ട് ചിലപ്പോൾ അത് പൂക്കാനുള്ള ആരംഭമൊക്കെ കാണുന്നുണ്ട്. ഒരു ചെറിയൊരു പൂ വരാൻ തുടങ്ങി, മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് അതിൻ്റെ ഇതെല്ലാം കുറച്ചെല്ലാം മുറിച്ചെല്ലാം കളഞ്ഞിട്ട് ആകുമ്പോൾ നന്നായിട്ട് വരുമല്ലോ. അതുകൊണ്ട് അത് നിങ്ങളെ അതൊന്ന് കാണിക്കാമെന്നാണ് വിചാരിച്ചേ. അപ്പം എൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ? ഇത് ആകെ പ്രശ്നമാക്കുന്നുണ്ടേ. ഇത് ഞാൻ ഒരു ഹെൽമെറ്റ് അവിടെ ഇരുന്നാണ്, ഒരു ബൈക്കുകാരൻ്റെ ഹെൽമെറ്റ്, മോൻ്റെ ഹെൽമെറ്റാണ്. അവനതിന് അവിടെ എന്നോട് ഒച്ചപ്പാട്ടിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കൊത്തി ഇളക്കി കുറച്ച് ചാരവും ഇട്ടു. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ച ഇലയെല്ലാം കൂടെ കുറച്ച് പച്ച ഇലകളെല്ലാം കൂടെ വാരി ഇതിൻ്റെ അകത്തിടുവാണേ. കുറച്ച് കരികിലയും ചാരവും കൂടെയാണ് ആദ്യം ഇട്ടതേ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചച്ചവറെല്ലാം കൂടെ വാരി വെച്ചിട്ട് എല്ലാ പാത്രത്തിലും ചെടി നടാമെന്നുള്ള കോൺഫിഡൻസാണ് എൻ്റെ ചെടി നടലിന് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഞാനത് എടുത്തത്. അവനത് കൃത്യം പണി കഴിഞ്ഞ് വന്നതുകൊണ്ട് അവനതിൻ്റെ മുമ്പിൽ വന്ന് പെട്ടുപോയത് കൊണ്ട് അത് കണ്ടതുകൊണ്ട് ഒച്ചപ്പാടിയിട്ടതാണ്. അതിനകത്തൊരു ഇച്ചിരി മണ്ണും കൂടി ഇതിൻ്റെ മുകളിലിട്ട് വെക്കുക. ചാണകപ്പൊടി ഇല്ല. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ഉഷാറായിട്ട് വന്നേനെയായിരുന്നു. ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മണ്ണും ചാരോ അങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടി ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ തൊഴിൽ പോകാതിരിക്കാൻ എന്തെങ്കിലും 2 കട്ടയും വെക്കണം. എന്തെങ്കിലും മറന്നില്ല. ഇതെല്ലാം ചെയ്തിട്ട് ഈ ഹെൽമെറ്റ് മറിയാതെ 2 കല്ലൊക്കെ എടുത്ത് സൈഡിലൊക്കെ വെച്ച് നേരെ വെക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് ഇച്ചിരി അധികം ഉണ്ട്. അത് ചവറെല്ലാം താഴുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് താന്നോളുക. പുല്ല് കിളുത്താൽ ഞാൻ പിന്നെയും പറിച്ച് കളയും. പുല്ല് കിളുക്കാണ്ടൊന്നും ഇരിക്കുമല്ലോ. പുല്ല് കിളുക്കുമ്പോൾ പിന്നെയും പറിച്ചതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് മണ്ണിടും. അപ്പം ഇതിന് വളമാകും. ഇതിനിപ്പം വേഗം പൂവാകും. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഉടക്ക് പറയുന്നത് ഇതെല്ലാം ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇടയ്ക്ക് വല്ല എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ കലക്കി വെച്ച് ഇച്ചിരി വെള്ളം ആക്കിയിട്ട് എല്ലാത്തിൻ്റെയും ചുവട്ടിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല മണമായിരിക്കും. ഹായ്, ഇന്നത്തേന് ഞാൻ നിർത്തി. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹായ്. എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഞാൻ അടുത്ത ദിവസം അടുത്ത ചാനലുമായിട്ട് വരാം. ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം കാണാം. ഹായ്, ബൈ.